പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കം കുറിക്കുകയാണ്. നാളെ ഭണ്ണാരം എഴുന്നള്ളത്ത് മണത്തണയിൽ നിന്ന് ഗോപുരത്തിൽ നിന്ന് പുറപ്പെടും. ഭണ്ണാരം എഴുന്നള്ളത്തിന്റെ കൂടെ ആനയിക്കപ്പെടുന്ന ആനകൾ മണത്തണയിൽ ഇന്ന് രാവിലെ എത്തിച്ചേർന്നു. കേരളത്തിലെ പ്രശസ്തരായ 2 ആനകൾ, കൊടുമൺ ശിവനും ആക്കാവിള വിഷ്ണുനാരായണനും. അതുപോലെ തന്നെ മണത്തണയിലാണ് ഇന്ന് ഇവിടെ വിശ്രമിച്ച് നാളെ ഭണ്ണാരം എഴുന്നള്ളത്തിൻ്റെ ഭാഗമായി അതിനോടനുബന്ധിച്ച് കൊട്ടിയൂരിലേക്ക് ഈ ആനകളും അകമ്പടിയോടുകൂടി പുറപ്പെടും എന്നുള്ളതാണ് ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. 2 ആനകളും കേരളത്തിലെ പ്രശസ്തമായ ആനകളാണ്. കൊട്ടിയൂർ ഉത്സവത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഒരു സവിശേഷത എന്ന് പറയുന്നത്, പൊതുവേ നമുക്കറിയാം കേരളത്തിലെ പല പൂരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ കൊട്ടിയൂരിനെ സംബന്ധിച്ച് ആനകൾക്ക് അത്തരത്തിലുള്ള ഒരു സാധ്യതയില്ല. കാരണം പ്രധാനമായും അതൊരു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഉത്സവം എന്നുള്ള നിലയിൽ എന്ന് വെച്ചാൽ എപ്പോഴും മഴയുടെ അകമ്പടി, അതുപോലെ തന്നെ തിരുവഞ്ചിറയിൽ ചുറ്റും ശീവേലി സമയത്താണ് ആനകൾ വലയം വെക്കുന്നത്. എപ്പോഴും വെള്ളമുള്ള മണിത്തറയ്ക്ക് ചുറ്റും വലയം വെക്കുന്ന ആനകൾ, ശീവേലിയോടൊപ്പം വലയം വെക്കുന്ന ആനകൾ. അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഉത്സവം എന്നുള്ള നിലയിൽ ആനകൾക്കും വലിയ അസ്വസ്ഥത ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടില്ല. ആ നിലയിലുള്ള ഒരു പ്രത്യേകതയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെ സംബന്ധിച്ചുള്ളത്. വൈശാഖ മഹോത്സവത്തിൽ പൊതുവെയുള്ള പ്രത്യേകതകൾ അതിൻ്റെ ആചാരങ്ങളുടെ ഭാഗമായി, അതിൻ്റെ നടത്തിപ്പിൻ്റെ ഭാഗമായി, ചടങ്ങുകളുടെ ഭാഗമായിട്ടൊക്കെ വലിയ പ്രത്യേകതകളുള്ള ഒരു ഉത്സവം എന്നുള്ള നിലയിൽ ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശീവേലിയുടെ ഒരു കാഴ്ച തന്നെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ കാഴ്ചയാണ്. കാരണം ശീവേലി നടക്കുന്ന ഘട്ടത്തിൽ മണിത്തറയുടെ ചുറ്റും ഭക്തരിങ്ങനെ നിറഞ്ഞു നിന്ന് ശീവേലി ആനകളിങ്ങനെ പതുക്കെ മണിത്തറയ്ക്ക് ചുറ്റും വലയം വെക്കുന്നതും ശീവേലിയുടെ ഭാഗമായി വലയം വെക്കുന്നതുമെല്ലാം കാണാൻ അതൊരു വലിയ സവിശേഷമായ ഒരു കാഴ്ചയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെ സംബന്ധിച്ച്. ആനകൾ ഇന്ന് രാവിലെയാണ് മണത്തണയിൽ ഇവിടെ എത്തിച്ചേർന്നത്. മണത്തണയിലെ ഈ ആൽത്തറയ്ക്ക് സമീപമുള്ള വീട്ടിൽ ഇന്നിപ്പോൾ വിശ്രമമാണ്. ഈ ആനകളുടെ ഒരു പാപ്പാൻ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ പാപ്പാനാണ്. കേരളത്തിലെ മാമ്പി ശരത്ത് എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വൈറലായ ഒരു പാപ്പാനാണ് ശരത്ത് എന്ന് പറഞ്ഞാൽ. ശരത്തിൻ്റെ പല വീഡിയോകളും നമുക്ക് യൂട്യൂബിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണാൻ കഴിയും. ശരത്ത് ഇവിടെയുണ്ട്. ശരത്തിനോട് കൂടി നമുക്ക് ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ, ആനയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി കഴിയും. ഇത്തവണ കൊട്ടിയൂർ വൈശാഖോത്സവത്തിനെത്തിയ ഗജവീരന്മാർ പ്രശസ്തരാണ്. അക്കവിള വിഷ്ണുനാരായണനും കൊടുമൺ ശിവനും. 2 പേരും ആനപ്രേമികൾക്ക് പ്രിയപ്പെട്ടവർ. പൂരപ്രേമികളുടെ ഇടയിൽ തരംഗമായി മാറിയ ഗജവീരനാണ് അക്കവിള വിഷ്ണുനാരായണൻ. ലക്ഷണത്തികവും ഗാംഭീര്യവും ഒത്തുചേർന്ന ആന. ഭംഗിയുള്ള കൊമ്പുകളും വിടർന്ന നെറ്റിത്തടവും സവിശേഷത. ആനപ്രേമികളുടെ ഇടയിൽ പ്രശസ്തനാണ് കൊടുമൺ ശിവൻ. പ്രമുഖ ക്ഷേത്രോത്സവങ്ങളിലെ സാന്നിധ്യം. ശാന്തസ്വഭാവം. അക്കവിള വിഷ്ണുനാരായണന്റെ പരിപാലകൻ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായ ശരത്ത് മാമ്പി. കൊടുമൺ ശിവന്റേത് ഉണ്ണിയും. 2 പേരും അയൽക്കാർ, സുഹൃത്തുക്കൾ. കൊടുമൺ ശിവന്റെയും ആക്കാവിള വിഷ്ണുനാരായണന്റെയും പരിപാലകർ, പാപ്പാന്മാർ, ആശാനും ശിഷ്യനും ഇവിടെയുണ്ട്. മാമ്പി ശരത്തും ഉണ്ണിയും. മാമ്പി ശരത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. മാമ്പി ശരത്ത്, പേര് കൗതുകമുണ്ട്. ഇവിടെ വന്ന് കേട്ടറിഞ്ഞപ്പോൾ യൂട്യൂബിൽ നമ്മളൊന്ന് നോക്കി, അപ്പോൾ ആള് പ്രസിദ്ധനാണ്. എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്? എങ്ങനെയാണ്? ആനകളോട് ഇഷ്ടം കൊണ്ട് വന്ന. അപ്പോൾ തുടക്കം ഈ ഇഷ്ടം വരാൻ എന്തായിരുന്നു ഒരു പ്രചോദനം? ആനക്കമ്പ്, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പൊ എത്ര വർഷമായി? 20 കൊല്ലായി. 20 വർഷമായി. എന്താണ് ഇപ്പൊ ഇന്നിവിടെ കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഭാഗമായി വന്ന ആനകളുടെ പ്രത്യേകത എന്താണ്? ഇതൊരു ഭാഗ്യല്ലേ കൊട്ടിയൂരെ കൈ നളിക്കാനുള്ളത്. അങ്ങനെ ഭാഗ്യം കിട്ടിയാ വന്നു. ഇവരുടെ ഈ യാത്ര ഇപ്പോൾ പത്തനംതിട്ട, കൊല്ലം, ഈ യാത്ര എങ്ങനെയാണ്? എപ്പോൾ പുറപ്പെട്ടു? 4 ദിവസമായി. 4 ദിവസമായി പുറപ്പെട്ടിട്ട്. ഒരു ദിവസം നേരത്തെ എത്തിയുടെ. ഈ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ മറ്റുത്സവങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ വെയിലത്ത് നല്ല ചൂടിലൊക്കെ ആയിരിക്കും. പക്ഷേ കൊട്ടിയൂരിൻ്റെ ഒരു പ്രത്യേകത, പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ മഴക്കാലത്താണ്. തിരുവഞ്ചിറയിൽ വലം വയ്ക്കുന്നത് വെള്ളത്തിലെ കൂടിയാണ്. അപ്പോൾ ആനകൾക്ക് അങ്ങനെ അതൊരു ഇതിൻ്റെ ഒരു പരിപാലകൻ എന്നുള്ള നിലയിൽ അതൊരു പ്രത്യേകതയല്ലേ? എന്താണ്? പിന്നെ ചൂടൊന്നും ഉണ്ടാകത്തില്ല. ചൂടൊന്നും ഇല്ലാണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ണിയുടെ വിശേഷങ്ങൾ എന്താണ്? ഇവരെ ആശാന്റെ കൂടെ പോകുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? സന്തോഷമുള്ളൂ. തീർച്ചയായിട്ടും ഒരു ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അനുഗ്രഹം. ഈ ആനകളുടെ നമ്മളൊരു കൗതുകത്തിന് ചോദിക്കുകയാണ്, ഈ ഭക്ഷണ ക്രമം എങ്ങനെയാണ്? ഒരു ഇപ്പോൾ ഉത്സവ സമയത്താണെങ്കിലും എന്തൊക്കെയാണ്, എങ്ങനെയാണത് ചെയ്യുക? അത് നമ്മൾ പണിയ പോലെ, തെങ്ങിയ പോലെ, അങ്ങനെ എല്ലാം നിങ്ങളുടെ വയറ് നിറച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് തന്നെ. ശരത്ത് മുമ്പ് കൊട്ടിയൂരിൽ വന്നിട്ടുണ്ടോ? ഞാൻ തൊഴാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ചന്ദ്രശേഖരൻ ആനയിൽ അതിനെ മാറ്റി കെട്ടാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടുണ്ട് സ്കൂളായിട്ട്.
അപ്പം മലബാറിലേക്ക് ആദ്യമാണോ ഒരു ആന പരിപാലകൻ എന്നുള്ള നിലയിൽ മലബാറിലേക്ക് ആദ്യമായിട്ട്? അതെ അതെ അതെ. കൊട്ടിയൂർ ഉത്സവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? നല്ല നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് എഴുന്നള്ളിക്കണം. അത് കാരണം നമ്മളോട് നിന്നൊക്കെ എല്ലാവരും വന്ന് തൊഴാറൊക്കെ ഉള്ള അമ്പലമല്ലേ. തീർച്ചയായും. അപ്പോൾ എല്ലാവിധ ആശംസകളും. നല്ല പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിൽ കൊട്ടിയൂരിലെ ഉത്സവത്തിൽ ഈ ആനകളോടൊപ്പം ഇങ്ങനെ തിരുവഞ്ചിറയിൽ വലയം വെക്കുന്നതിനും അതിൻ്റെ ചടങ്ങുകളിൽ പങ്കാളിയാകുന്നതിനും എല്ലാവിധ അതൊരു പ്രത്യേക അവസരമാണ്. അപ്പോൾ നമുക്കും നമ്മുടെ മണത്തണയിൽ അതുപോലെ കൊട്ടിയൂരിൽ നമ്മുടെ ഒരു അതിഥികൾ കൂടിയാണ് നിങ്ങളും. എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല. ഈ ഇനിയിപ്പം ഇത് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് പോകും. അപ്പോൾ വളരെയധികം നന്ദി, സന്തോഷം. ഓക്കെ. വ്യാഴാഴ്ച പുലർച്ചെയാണ് 2 ലോറികളിലായി ആനകളെ മണത്തണയിലെത്തിച്ചത്. തുടർന്ന് ലോറികളിൽ നിന്ന് ഇറക്കി 2 പേർക്കും റിട്ടയർഡ് അധ്യാപകൻ രാജീവൻ മാസ്റ്ററുടെ വിശാലമായ വീട്ടുമുറ്റത്ത് വിശ്രമം. ആനകളെ കാണാൻ കുട്ടികളടക്കം നിരവധി പേർ വന്നുപോയിക്കൊണ്ടിരുന്നു. കേട്ടാ ഇതേ ഇനി ഇവിടെ എത്തി. ഉണ്ടെങ്കിൽ നമ്മളെ ചൊറങ്ങി അതിൻ്റെ കുറച്ച് ഏതൊരു ഉത്സവങ്ങളിലെയും കൗതുകമുള്ള കാഴ്ചയും അതുപോലെ തന്നെ ആ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണവും ഒരുപക്ഷെ ആനകളെ കാണുന്നതായിരിക്കും. അത് വലിയ നിലയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയുമാണ്. മണത്തണയിൽ ഈ 2 ആനകളും ഇവിടെ എത്തിച്ചേർന്നപ്പോൾ അതിനെ കാണാൻ ഈ പ്രദേശവാസികളായിട്ടുള്ള നിരവധി ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. മണത്തണയിൽ നിന്ന് ആക്കാവിള വിഷ്ണുനാരായണനും കൊടുമൺ ശിവനും ക്യാമറാമാൻ ജിതിനുമൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.